എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പുരുഷന്മാർ ഫോർ പ്ലേ ചെയ്തു തരുന്നില്ല എന്നുള്ള പരാതികൾ വരുമ്പോഴും മിക്ക സ്ത്രീകളും ഒന്നും ചെയ്യാൻ മെനക്കെടാറില്ല എന്നതൊരു സത്യമാണ്. ഈ വിഷയം നമുക്കൊന്ന് പരിശോധിക്കാം. അതെ, ലൈംഗികതയ്ക്ക് സമയം വളരെ സ്നേഹത്തോടെ പെരുമാറുകയും അല്ലാത്തപ്പോൾ ദേഷ്യത്തോടെയും പെരുമാറുന്നവർ ഒരുപാടുണ്ട്. ഇത് നല്ലതല്ല കേട്ടോ. ലൈംഗികമായി ബന്ധപ്പെടുന്ന സമയം ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറി അല്ലാത്തപ്പോൾ ഇതുപോലെ ദേഷ്യത്തോടെ പെരുമാറുന്നത്. പങ്കാളികൾ തമ്മിലെ സ്നേഹം കിടപ്പറയിൽ മാത്രം ഒതുങ്ങേണ്ടവയല്ല. പരസ്പരം എപ്പോഴും സ്നേഹത്തോടെ പെരുമാറാൻ ശ്രമിക്കണം. ഈഗോ ഒരിക്കലും ദാമ്പത്യത്തിൽ കൊണ്ടുവരാതിരിക്കുക. തന്റെ പങ്കാളി എന്തെങ്കിലും ദേഷ്യപ്പെട്ടാൽ തിരിച്ചു ദേഷ്യപ്പെടാതെ ക്ഷമിക്കാൻ ശ്രമിക്കുക. ഇടയ്ക്ക് യാത്രകൾ പോവുക, അങ്ങനെ രണ്ടാളും ആഗ്രഹിക്കുന്നതൊക്കെ പരസ്പരം പറഞ്ഞ് ആഗ്രഹ പൂർത്തീകരണത്തിന് ശ്രമിക്കുക. പലപ്പോഴും പുരുഷന്മാർ ഫോർ പ്ലേ ചെയ്തു തരുന്നില്ല എന്നുള്ള പരാതികൾ വരുമ്പോഴും മിക്ക സ്ത്രീകളും ഒന്നും ചെയ്യാൻ മെനക്കെടാറില്ല എന്നതൊരു സത്യമാണ്. പലപ്പോഴും തന്റെ ഭർത്താവിന് മുന്നിൽ കിടന്നു കൊടുത്താൽ മാത്രം മതി, അവർ എല്ലാം ചെയ്തു കൊള്ളും എന്നുള്ള മനസ്സ്. ഇങ്ങനെയായിരിക്കും സ്ത്രീകൾക്ക്. എന്നാൽ ഇത് തെറ്റാണ്. പുരുഷൻ നിങ്ങളോട് എങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ പുരുഷനും ആഗ്രഹിക്കുന്നുണ്ട്. വെറുതെ കിടക്കുന്ന ഒരു പാവയെ അല്ല അവൻ ആവശ്യമെന്ന് മനസ്സിലാക്കുക. തിരിച്ചു നിങ്ങൾ ചെയ്യാൻ തോന്നുന്നതൊക്കെ പുരുഷനോട് ചെയ്യാൻ ഒട്ടും മടിക്കേണ്ടതില്ല. ഇഷ്ടങ്ങൾ ചോദിച്ചറിഞ്ഞ് ചെയ്തു കൊടുക്കുകയും ആവാം. ചില സ്ത്രീകൾ പുരുഷനെ സെക്സ് നിഷേധിക്കുന്നതും കാണാറുണ്ട്. ഈ ഘട്ടങ്ങളിലെ രണ്ടുപേരും തമ്മിലെ തുറന്നു പറച്ചിൽ അത്യാവശ്യമാണ്. സ്ത്രീകളിൽ പല ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടും സെക്സിലെ താല്പര്യം നഷ്ടപ്പെടാറുണ്ട്. അതുപോലെ മെന്റൽ ഇഷ്യൂസ് ആയ ടെൻഷൻ, സ്ട്രെസ്, സെക്സിനെ പറ്റിയുള്ള പേടി, ലൈംഗികതയിൽ മുൻപുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ തുടങ്ങിയവയും ഇവയുടെ പ്രധാന കാരണങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ പരസ്പരം തുറന്നു പറയേണ്ടതും ആവശ്യമാണെങ്കിൽ ഒരു കൺസൾട്ടിങ് നടത്തേണ്ടതുമാണ്. ഇവയൊന്നുമല്ലാതെ ലൈംഗികത കുഞ്ഞിനുണ്ടാക്കാൻ മാത്രമുള്ള പ്രക്രിയയാണെന്ന് കരുതുന്നവരും കുറവല്ല. അതെ, ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രം തന്റെ ഇണയുടെ അടുത്ത് ചെല്ലുന്നവർ, അങ്ങനെ പലതിനുമുള്ള പ്രധാന കാരണമാണ് സെക്സിനെ പറ്റിയുള്ള അറിവില്ലായ്മയും മിഥ്യാധാരണകളും ഒക്കെ. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാവുന്നതാണ്. അതുവരേക്കും ബൈ.